യോശുവ അധ്യായം 18. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും? ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പിൻ. ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട് ദേശത്തുകൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായി ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ. യോസഫിൻ്റെ കുടുംബം തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. ഞാൻ ഇവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്വം അവരുടെ അവകാശമാവുന്നു. ഗാദും രൂബേനും മനശ്ശെയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശം യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ടു. ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തോട് സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാൻ ഇവിടെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിട്ടേണ്ട എൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുവിനെന്ന് പറഞ്ഞു. അവർ പോയി ദേശത്തോട് കടന്ന് നഗരവിവരത്തോടുകൂടി ഒരു പുസ്തകത്തിൽ അത് എഴുതി 7 ഭാഗമായി എഴുതി ശീലോവിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗപ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി നടക്കു വന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കിൽ തുടങ്ങി വടക്ക് എരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത് ആവൻ മരുഭൂമിയിൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് ആ അതിർ ബേതേൽ എന്ന ലൂസിൻ്റെ തെക്കുവശം വരെ കടന്ന് താഴത്തെ ബേത് ഹോരോൻ്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതേരോത്ത് അദാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത് ഹോരോനെതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മകൾ വർണ്ണമായ കിര്യത്ത് യെയാരീം എന്ന കിര്യത്ത് ബാലയെങ്കിൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യെയാരീമിൻ്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹ വെള്ളത്തിൻ്റെ ഉറവ് വരെ ചെല്ലുന്നു. പിന്നെ അതിർ ബെൻ ഹിന്നാൻ താഴ്വരയ്ക്കെതിരെയും രഫായിം താഴ്വരയുടെ വടക്ക് വശത്തുമുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നാൻ താഴ്വരയിൽ കൂടി തെക്കോട്ട് യെബൂസ് പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും ഏൻ രോഗേൽ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേശിലേക്കും അദോമി കയറ്റത്തിനെതിരെയുള്ള ഗിലിലോത്തിലേക്കും ചെന്ന് രൂബേൻ്റെ മകനായ ബോഹാൻ്റെ കല്ലുവരെ ഇറങ്ങി അരാബയ്ക്കെതിരെയുള്ള മലഞ്ചെരുവിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നെ അതിർ വടക്കോട്ട് ബേത് ഹോഗ്ലയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാൻ്റെ അഴിമുഖത്ത് ഉപ്പുകടലിൻ്റെ വടക്കേറ്റത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ. അതിൻ്റെ കിഴക്കേ അതിർ യോർദാനാവുന്നു. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബങ്ങളുമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബങ്ങളുമായി കിട്ടിയ പട്ടണങ്ങൾ എരിഹോ, ബേത് ഹോഗ്ല, ഏമെക് കെസീസ്, ബേത് അരാബ, സെമാറയും, ബെതേൽ, അവീം, പാര, ഒഫ്ര, കെഫാർ, അമ്മോനി, ഒഫ്നി, ഗേബ ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബയോൻ, രാമ, ബേരോത്ത്, മിസ്പെ, കെഫീര, മോസ, രേക്കം, ഇർപ്പേൽ, തരള, സേല, ഏലഫ്, യെരുശലേം എന്ന യെബൂസ് നഗരം, ശിബയത്ത്, കിര്യത്ത് ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമീൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം.